നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് സൈലന്റ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് അവരെന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് എന്ന് നോക്കാം. ഓക്കെ, അവർ സൈലന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് സൈലന്റ്, ആൻഡ് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, 2 പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, പൈൽ 1 റോസ് കോഡ്സിൻ്റെ റോസ് ആണ്. ഓക്കെ, സെക്കൻഡ് പൈൽ റോസ് കോഡ്സിൻ്റെ തന്നെ പിരമിഡ്. ഓക്കെ, പിങ്ക് കളർ പിരമിഡ് ആണ്. ചൂസ് ചെയ്യാം നിങ്ങൾക്ക് പൈൽ 1, പൈൽ 2. ഓക്കെ, ഞാൻ പൈൽ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ലെറ്റ്സ് സി നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്. ഇതിപ്പോൾ കുറേ ആയിട്ട് സംസാരമില്ല എന്നും വരാം. ഇന്നിപ്പോൾ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് ദിവസമായിട്ട് സൈലൻസ് ആണെങ്കിൽ അതും നമുക്ക് നോക്കാം. ഓക്കെ, അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നും പറയാം. സംസാരം ഉണ്ടാവും പക്ഷെ ഓപ്പണായിട്ട് തുറന്നു പറയുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സി. ഡെത്ത് കാർഡാണ് കാണുന്നത്. ഓക്കെ, ആദ്യം തന്നെ 5 wands, Knight of Wands, okay, Princess of Wands, Temperance, 10 of Wands, 2 of Swords, okay, 4 of Cups. ഓക്കെ, ഇവിടെ മെയിനായിട്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം. ഡെത്ത് കാർഡ് വന്നുകൊണ്ട് ജസ്റ്റ് ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ടോട്ടലി സെപ്പറേറ്റ് ആയിട്ട് പോയി കാണാം, ബ്ലോക്ക് ചെയ്ത് പോയി കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് എൻഡ് എന്ന രീതിക്ക് ചിലപ്പോൾ ആയിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷേ ഈ എൻഡിങ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ എൻഡിങ് നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു സമയമാണ്. ഓക്കെ, അല്ലാതെ ഇവിടെ അതൊരു ഫുൾ എൻഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫുള്ളി എൻഡായി എന്ന് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ ഇവിടെ ഇതൊരു താൽക്കാലികമായി ഒരു ടെമ്പററി ബ്രേക്ക് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, പേഴ്സൺ തിരിച്ച് വരും. ഓക്കെ, ഡെത്ത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ എന്ന് പറയും. എനിക്ക് ഇവിടെ റിന്യൂവലിൻ്റെ കാർഡ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വല്ലതും കോൺഫ്ലിക്റ്റ് വന്നതാവാം, വാക്ക് തർക്കം വന്നതായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു വഴക്കായി കാണാം. രണ്ടുപേരും പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് മെയിൻ ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസിൻ്റെ, പ്രിൻസസ് ഓഫ് വാൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ടോട്ടലി എൻഡായി പോയിട്ടൊന്നുമില്ല സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷനെ കോംപ്രമൈസ് വരണം. ഓക്കെ, പരസ്പരം ഒന്ന് കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകണം, ബാലൻസ്ഡ് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. 10 of Wands ആണ്. 10 of Wands ഇവിടെ അഗൈൻ ഒരു ലേശം, പക്ഷെ അവർക്ക് ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബേർഡൻ ആണ്. ഓക്കെ, അവർക്ക് അതായത് തിരിച്ച് വരണോ വേണ്ടേ, അതോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടേ, സംസാരിക്കണോ വേണ്ടേ എന്നുള്ള ഒരു കാര്യം, അതായത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതായിരിക്കാം. ഓക്കെ, പരസ്പരം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൈക്ക് ഇനി എങ്ങനെ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. എന്തായാലും ഒരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് ആണ്. ഏസ് ഓഫ് വാൻസ് നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു റിന്യൂവൽ ഉണ്ടാവും എന്ന് തന്നെയാണ്. ഓക്കെ, ഒരു പുതിയ ലൈഫ്, പുതിയ ഒരു ചേഞ്ച് ആണ് വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു തൽക്കാല സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയോ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഈ ബന്ധത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സൈലന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ്, റീസൺ എന്താണ് നോക്കാം നമുക്ക്. എനിക്ക് വാക്കുതർക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സി എന്തായിരിക്കാം റീസൺ. അവർ എംപ്രസ് കാണുന്നുണ്ട്, പ്രിൻസസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് സോൾസ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ കിങ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഓക്കെ, ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി അവർ മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അങ്ങനെ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾ തമ്മിൽ വന്നിട്ടുള്ളത്. ആ പേരിൽ വന്ന വഴക്കായിരിക്കാം. ഓക്കെ, ഇവിടെ പ്രിൻസസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ പേഴ്സണിനെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹം അതെന്തായാലും കാണുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ആ തേർഡ് പാർട്ടി എനർജിയാണ് ഇവിടെ നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി ഒരു ഹൈ പ്രീസ്റ്റസ് നേരത്തെ കണ്ടിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. സോ ഞാൻ ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ എവിടെയോ
നിങ്ങളെ തമ്മിൽ അകറ്റുന്നത് ഒരു തേർഡ് പാർട്ടി എനർജി ആണ്. തേർഡ് പാർട്ടി ഇപ്പോൾ മെയിൻലി ഇവിടെ എനിക്ക് മാരേജ് ആണ് കിട്ടുന്നത്. എംപ്രസ് എന്ന് കാണുന്നുണ്ട്. എംപ്രസ് അല്ലെങ്കിൽ ക്വീൻ ഓഫ് സോർട്സ് രണ്ടും പറയുന്നത് നമ്മളൊരു മാരേജിന്റെ കാര്യമാണ്. സോ അത് വൈഫ് എന്ന രീതിക്കല്ല, നിങ്ങൾ ലേഡീസ് കാണുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. ജെൻസ് കാണുകയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാവും. ഓക്കെ, സോ ഇവിടെ മെയിൻലി മാരേജ് സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ടായിരിക്കും കൺഫ്യൂഷൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെ സിറ്റുവേഷനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഇതായിരിക്കാം. ഓക്കെ, ആ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. മേ ബി തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും അറിഞ്ഞിട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കി അങ്ങനെയായിരിക്കാം. ഹൈ പ്രീസ്റ്റസ് എനർജിയും കണ്ടു. ഓക്കെ, സീക്രട്സ് കണ്ടു. വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, സമയം മാറി വരും. ഓക്കെ, ഇപ്പം ലേശം സൈലൻസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഓക്കെ, സൈലന്റ് ആണ് ലേശം, പക്ഷെ അവർക്കും നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 5 പെന്റിക്കിൾസ് ആണ്. ഓക്കെ, അവർക്കും നിങ്ങളെ വിടാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം സൈലന്റ് ആണെങ്കിൽ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ്. ഓക്കെ, പക്ഷെ അത് സമയം മാറി വരും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ ഒന്ന് ഇപ്പോൾ ചിന്തിക്കാൻ സമയം എടുക്കുകയാണ്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാൻ സമയം എടുക്കുകയാണ്. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അതുകൊണ്ടാണ്. അവർ ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. ആരെ വേണം ലൈഫിൽ, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ, ആരാണ് വേണ്ടത് എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും, അതിൽ ഡൗട്ടൊന്നും വേണ്ട. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതെന്തായാലും ഉണ്ട്. ഓക്കെ, ബട്ട് ഇപ്പോൾ ആ ഒരു സമയം ഓക്കെ, ആ ഒരു പേഴ്സൺ മേ ബി തേർഡ് പാർട്ടിയിലേക്ക് ലേശം കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, ഫാമിലിയൊക്കെ ആണെങ്കിൽ അല്ലേ. സോ അതുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. വേറെ നിങ്ങളെ വേണ്ട എന്നല്ല, പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മേ ബി കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കൂടി വരുമ്പോൾ ഐ തിങ്ക് പേഴ്സൺ ഐ തിങ്ക് എങ്ങനെ ഒരു സൈലൻ്റ് ആയി പോവാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് എന്തെങ്കിലും എന്താ അവർക്ക് പറയാനുള്ളത് നോക്കട്ടെ. എനിക്ക് എന്താണ് അവർക്ക് പറയാനുള്ളത്. Let's see. I am protecting myself and you. My defenses are up. I am in self-protection mode. Okay. It is an emotional mess at that moment. Fears, doubts, and illusions are clouding our relationship. Will you marry me? Why? Because you make me happy and I want to celebrate. Okay, ഓരോന്നായിട്ട് വായിക്കാം അല്ലേ. ഓക്കെ, മൈ ലവ് ഫോർ യു ഇസ് ഓവർഫ്ലോയിങ്. ഏസ് ഓഫ് കപ്സ് ആണ്, നേരത്തെ ഏസ് ഓഫ് വോൺസ് ആണ് നമ്മൾ കണ്ടത്. നിങ്ങൾ തമ്മിൽ എന്തായാലും അവർക്കൊരു പുതിയ ലൈഫ്, പുതിയ റീസ്റ്റാർട്ട് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. എൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരും. ഓക്കെ, ഐ ആം പ്രൊട്ടക്ടിങ് മൈസെൽഫ് ആൻഡ് യു. ഇത് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഒന്ന് സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ, ലൈക്ക് ഇപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താണ് ഫ്യൂച്ചർ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കൊരു ഉത്തരവില്ല. ഓക്കെ, അവർക്ക് അതിനൊരു ഉത്തരം തരാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് അവരുടെ ലൈഫ് വിട്ട് കളഞ്ഞ് അങ്ങനെ ഒരു നിങ്ങളെ ചൂസ് ചെയ്യാൻ അവർക്കിപ്പോൾ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു തരത്തിൽ ആക്ച്വലി എനിക്ക് കാർഡ് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി, അതായത് ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ, ഫാമിലി ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരാണ്. ഇപ്പോൾ ഈവൻ പാരൻസ് ആയാലും ശരി, ഓക്കെ, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ വ്യക്തി എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ടും കൂടിയിട്ടാണ് അവർ അല്പം മാറി നിൽക്കുന്നത്. മേ ബി ഇനിയിപ്പോൾ സംശയം തോന്നുന്നുണ്ടായെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലേ, നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ അതുകൊണ്ടും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല പേഴ്സണും പ്രൊട്ടക്ട് ഇങ്ങനെ ഒരു സെൽഫ് ഡിഫെൻസിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇതിന് നെക്സ്റ്റ് ലെവൽ എന്താണ്, നമ്മൾ എന്താ ഇനി മുന്നോട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ പേഴ്സണിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് അവർ അവനവനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറയാം. കാരണം അവർക്കൊരു കുറ്റബോധം ഉണ്ട് അവരുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ മെസ് അറ്റ് ദ മൊമെന്റ്. അത് അവർ വല്ലാതെ ഇമോഷണൽ ആണിപ്പോൾ. അവർക്കൊരു ക്ലാരിറ്റി അവർക്ക് തന്നെ കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, ഈ സിറ്റുവേഷൻ എന്താണ്, ഫിയേഴ്സ് ഉണ്ട് അവരുടെ മനസ്സിൽ, ഡൗട്ട്സ് ഉണ്ട് അവരുടെ മൈൻഡിൽ. അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മാറി നിൽക്കുന്നത് ഹെർമിറ്റ് മോഡ് പറഞ്ഞു. മാറി നിൽക്കുമ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാര്യങ്ങൾ അവരുടെ മൈൻഡിലുണ്ട്. നിങ്ങളെ മറന്നു കളഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട. വിൽ യു മാരി മീ? വൈ? ബിക്കോസ് യു മേക്ക് മീ ഹാപ്പി ആൻഡ് ഐ വോണ്ട് ടു സെലിബ്രേറ്റ്. നിങ്ങളെ ശരിക്കും അവരുടെ ആഗ്രഹം ഇതാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ ഡീപ്പ് ആഗ്രഹം നിങ്ങളുമായിട്ടൊരു മാരേജ് വേണം, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണം എന്ന് തന്നെയാണ്. പക്ഷെ സാഹചര്യങ്ങളും സിറ്റുവേഷനും അവരെ ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവരെ അനുവദിക്കുന്നില്ല. അഗെയിൻ ഏസ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞു. ഫീലിംഗ്സ് ഉണ്ട്, ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഫീലിംഗ്സ് ഉണ്ട്. മൈ ലവ് ഫോർ യു ഇസ് ഓവർഫ്ലോയിങ്. അവർക്ക് അത്രയും ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ അറ്റാച്ച്മെന്റ് പക്ഷെ എന്നാലും പുറത്ത് കാണിക്കാനും നോർത്തിയില്ല. അപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം അവർ കുറേയൊക്കെ മറച്ചു വെക്കുന്നത്. I feel this deep sensual bond with you. Our relationship has a potential for deep love, passion, growth and abundance. എംപ്രസ് കാർഡാണ് നേരത്തെ വന്നിരുന്നു. നിങ്ങളെ ഒരു വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങളോട് അത്രയും ഡീപ്പായിട്ടൊരു കണക്ഷനാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ,
യു ആർ മൈ ഗിഫ്റ്റ് ഓഫ് ലവ്, മൈ വിഷ്, മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ഹാപ്പിനെസ്. ഐ ഓൾവേസ് വോണ്ട് യു. ദ സ്റ്റാർ കാർഡ്. അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ, ശരിക്കും അവർക്കൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ, ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. ഓക്കെ, ബട്ട് യെസ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ സൈലന്റ് ആവുന്നത്. കാരണം അവർക്ക് വേണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സ്റ്റെപ്സ് എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം സൈലന്റ്. ഓക്കെ, അപ്പോൾ തൽക്കാലം സ്പേസ് കൊടുക്കുക അവർക്കിപ്പോൾ. അതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ നമ്മുടെ റോസ് ക്വാർട്സ് പിരമിഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് സൈലന്റ് നോക്കാം. ഓക്കെ, അവരെന്താണ് സൈലന്റ്, ടോട്ടലി മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് സൈലന്റ് ആയി ഇന്നത്തെ ദിവസം സൈലന്റ് ആയിരിക്കാം, കുറച്ച് മേ ബി ടോട്ടലി ബ്രേക്കപ്പും ആവാം, എന്തും ആവാം. നോക്കട്ടെ, സിറ്റുവേഷൻ അനുസരിച്ച് പറയാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ഓക്കെ, എന്തുകൊണ്ടാണ് അവർ സൈലന്റ്, എന്തുകൊണ്ടാണ് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് നോക്കാം. 2 of Wands, 9 of Pentacles, Hierophant, the Last Judgment card ആണ്. Okay, High Priestess again. രണ്ട് പൈലും ഓൾമോസ്റ്റ് സിമിലർ എനർജീസ് ആണ് വരുന്നത്. Ace of Pentacles and Lovers card. Okay, King of Wands and Queen of Justice. ഓക്കെ, ഇവിടെ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് ഒരു ഇപ്പോൾ ഒരു ആക്ച്വലി രണ്ട് പൈലും കുറേയൊക്കെ സിമിലർ ആണ്. ഓക്കെ, ബട്ട് ഇവിടെ ഒരു ലേശം കൂടെ എനിക്ക് നിങ്ങളോട് ലൈക്ക് ഇത് സിംഗിൾസ് ആയിരിക്കാം കൂടുതലും. ഓക്കെ, സിംഗിൾസ് അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ വിഡോ അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചത്, വൈഫ് മരിച്ചത്, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയത്, ഓൾറെഡി ഡൈവേഴ്സീസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ഇവിടെ. ഓക്കെ, മറ്റേതിൽ കുറച്ചുകൂടി മാരീഡ് ഉള്ള ആൾക്കാർ തോന്നി എനിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ഒന്ന് പോയി കാണാം. ഓക്കെ, ഇത് ഇവിടെ കാണുന്നത് അഗൈൻ ഇവിടെ ചോയ്സിൻ്റെ കാര്യം കാണുന്നത്. 2 of Wands ആണ്. നമ്മൾ ചോയ്സ് ആലോചിക്കുകയാണ്, നമ്മൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയാണ്. 2 വഴിയുണ്ട് നമ്മുടെ മുമ്പിൽ, അത് ഏത് വേണമെന്ന് തീരുമാനിക്കുന്ന പോലെയാണ്. 2 കാര്യങ്ങൾ, നമുക്ക് രണ്ടും ആഗ്രഹമുണ്ട്, അപ്പോൾ അതിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് കാണുന്നത്. അതിലിവിടെ എനിക്ക് മെയിൻലി പക്ഷേ ഇവിടെ ഈ പൈലിൽ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻസിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ്. ഓക്കെ, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിൽക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കറിയാം ഈ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു സ്പിരിച്വൽ കണക്ഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പേഴ്സൺ ഒരുപാട് സീക്രട്സ് മനസ്സിൽ വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ബട്ട് ഇവിടെ എനിക്ക് വേറെ തേർഡ് പാർട്ടി, എക്സ്റ്റേണൽ പാർട്ടി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, വേണ്ട, അത്രയ്ക്ക് താഴേക്ക് പോകാനില്ല. അവിടെ എനിക്ക് തേർഡ് പാർട്ടി എനർജി അല്ല വരുന്നത്. തേർഡ് പാർട്ടി എനർജിക്കാളും മേ ബി ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം കേട്ടോ. ഓക്കെ, ഫാമിലി എതിർപ്പ് അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടാവാം, നിങ്ങളുടെ റിലീജിയൻ കാസ്റ്റ് ആയിരിക്കാം ഇഷ്യൂസ് ഇവിടെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പൈലുകാർക്ക്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മേ ബി അവരെ ലൈഫ് സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതിലായിരിക്കും. എന്നിട്ട് അവരുടെ എന്താ പറയുക, ഫൈനാൻഷ്യലി ഒന്ന് കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്ന ഒരു തരത്തിൽ കാണുന്നുണ്ട്. ഒരുപാട് ഫൈനാൻസിലാണ് ഫോക്കസ്, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, മാരേജ് ഓഫർ എന്ന രീതിക്ക് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ അതിന് ചോയ്സിൻ്റെ കാര്യമാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോയ്സ് എന്ന് പറയും, തീരുമാനം എടുക്കുന്ന കാര്യം പറയും. അഗൈൻ ഇത് രണ്ടും തമ്മിൽ നമ്മൾ തീരുമാനം എന്ന് പറയാം. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി കമ്മിറ്റ്മെൻറ്റ് എന്ന് എത്തിക്കണം എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് വോൺസ് ഉണ്ട്. നിങ്ങളോട് പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് അവർക്ക്. ഓക്കെ, അവർക്ക് ഒരുപാട് ശരിക്കും സ്നേഹം, ഫീലിങ്സ് എല്ലാം അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ന്യായം ചെയ്യണം എന്ന് തന്നെയാണ്. ഓക്കെ, ഇതിവിടെ ശരിക്കും യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട്, അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അവർ മനസ്സിൽ ചില ഐഡിയാസ് ഇട്ട് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ തന്നെയാണ് അവർക്ക് വേണം എന്ന് ആഗ്രഹം. 9 of Pentacles പറയുമ്പോൾ നമ്മളൊരു മാരേജ് കാർഡ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫൈനാൻസസ് ബെറ്റർ ആക്കിയിട്ട് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ഫൈനാൻസസ് ഒന്നിച്ചാവും എന്ന് പറയും. അതുമാത്രമല്ല നല്ലൊരു സ്റ്റേബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെയൊക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലൊരു ലൈഫ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ലൈക്ക് നിങ്ങൾക്ക് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു, റിലേഷൻഷിപ്പിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കിങ് ഓഫ് വോൺസ് ഉണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. അഗൈൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊരു മാരേജ് എനർജി എടുക്കാം. ഓക്കെ, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങളോട് ആക്ച്വലി നിങ്ങളെ കാണുന്ന അങ്ങനെയാണ് അവർ. ഓക്കെ, ശരിക്കും നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റും, നിങ്ങളോട് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്. ആൻഡ് ഇവിടെ ജസ്റ്റിസും ഉണ്ട്.
ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെന്റ് രണ്ടും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് കമ്മിറ്റ്മെന്റ് തന്ന് നിങ്ങളെ ലൈഫിലേക്ക് കൂടെ കൂട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ സൈലന്റ് ആണ്, യെസ്. ഓക്കെ, ബട്ട് അവർ ഐ തിങ്ക് മേ ബി ആ ഫൈനാൻസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ലൈഫ് മേ ബി പാരൻസിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, അവരെ സമ്മതം കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ മനസ്സിൽ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത്, അതിനെല്ലാം അവർ തയ്യാറാണോ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് കുറച്ച് എന്തുകൊണ്ടാണ് അവർ സൈലന്റ്. അഗെയിൻ കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ വേണമെന്നുണ്ട് കേട്ടോ. ഓക്കെ, നോ ഡൗട്ട്. ഓക്കെ, ഈക്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഫ്യൂച്ചർ വേണം. ഓക്കെ, മുന്നോട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. 10 ഓഫ് കപ്സ് നിങ്ങളുമായിട്ട് ഹാപ്പി ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ബട്ട് ഇപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് ഇവിടെ. ഹാങ്മാൻ ആണ് ലേശം അവർക്ക് ഐ തിങ്ക് ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താനുള്ള ഒരു ഡിലേ ആയിരിക്കാം, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, യൂണിവേഴ്സ് ആക്ച്വലി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവർ ആ തീരുമാനം അവർ ഇതുവരെ എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം അവർ ആ ഡിസിഷൻ എടുക്കാൻ യൂസ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സൈലന്റ് ആയിട്ടിരിക്കുന്നത് അവർ ചിന്തിച്ച് കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാനുള്ളത് കൂടി നോക്കാം നമുക്ക്. എന്താണ് അവർക്ക് പറയാനുള്ളത്? സെയിം കാർഡ് നേരത്തെ വന്നിരുന്നു. ഐ ഫീൽ ദിസ് ഡീപ് സെൻഷ്വൽ ബോണ്ട് വിത്ത് യു, അവർ റിലേഷൻഷിപ്പ് ഹാസ് എ പൊട്ടൻഷ്യൽ ഫോർ ഡീപ് ലവ്, പാഷൻ, ഗ്രോത്ത് ആൻഡ് അബൻഡൻസ്. നിങ്ങൾ തമ്മിൽ അഗെയിൻ എംപ്രസ് പറയുമ്പോൾ നമ്മളൊരു മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എംപ്രസ് ആയാലും എംപറർ ആയാലും ഓക്കെ, ഒരു മാരേജ് കാർഡായിട്ട് എടുക്കാം. സോ നിങ്ങളുമായിട്ട് അത്രയും ആ ഡീപ്പ് ഫീലിംഗ് ഫാമിലി പോലെ അവർ കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് നേരത്തെ വന്നു നമുക്ക്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സെഡ്യൂസിങ് യു വിത്ത് മൈ ഇൻറ്റൻസിറ്റി ആൻഡ് സെക്ഷൽ പാഷൻ. അവർക്ക് നിങ്ങളുമായിട്ട് മീറ്റിംഗ് ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ട് വേണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അറ്റാച്ച്മെന്റ് ഉണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. ഓക്കെ, ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ഐ വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് വിത്ത് വാട്ട് ഇസ് ബീങ് ത്രോൺ അറ്റ് മീ. 5 വോൺസ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ വേറെ ഗോസിപ്പോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ കാര്യത്തിൻ്റെ ഇടയിൽ ഇടപെടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് അവരോട് പറയുക, അവരെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പരസ്പരം എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫാമിലിയുടെ ലൈക്ക് ഫാമിലി പേരിലൊക്കെ ആണെങ്കിൽ അവരോട് ആരെങ്കിലും ഒക്കെ ഗോസിപ്പ് കേക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, തടസ്സമുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ അവർ പറയുന്ന ആരാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമല്ല. ഓക്കെ, ഞാൻ എന്ത് തന്നെ വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ലെറ്റ് മീ ബി യുവർ നൈറ്റ് ഇൻ ഷൈനിങ് ആർമർ, ഐ ഹോപ്പ് യു ലൈക്ക് റൊമാൻറ്റിക് ലവ്. അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹം തന്നെയാണ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് അവർ ഓഫറുമായിട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ, സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അവർ വരുന്നുണ്ട്. ഓക്കെ, യു ആർ മൈ ഗിഫ്റ്റ് ഓഫ് ലവ്, മൈ വിഷ്, മൈ ഇൻസ്പിറേഷൻ. സ്റ്റാർ കാർഡാണ്. ഓക്കെ, അവർക്ക് ശരിക്കും അവരുടെ ലൈഫിൽ ഒരാഗ്രഹം നിങ്ങൾ തന്നെ. ആക്ച്വലി ഇതും ഫസ്റ്റ് പൈൽ വന്നിരുന്നത് ഞാൻ പറഞ്ഞു, കുറേ സിമിലാരിറ്റീസ് ഉണ്ട് രണ്ട് പൈലും. ചാരിറ്റി നമുക്ക് വന്നില്ല ഇപ്പോൾ ഇവിടെ. ഐ വോണ്ട് യു ആൻഡ് ഐ എം കമ്മിങ് ഫോർ യു. നിങ്ങളെ അവർക്ക് വേണം എന്ന് അത്രയും ഉറപ്പാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സൈലന്റ് ആണെങ്കിൽ ഇവിടെ ഈ പൈൽ ആക്ച്വലി അവർ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച്, സൈലൻസ് ഉണ്ടെങ്കിൽ അവർ മനസ്സിലുള്ള തുറന്ന് പറയാത്തതാണ്. ഓക്കെ, അവർ പ്ലാനിങ് നടക്കുന്നുണ്ട് അവരുടെ മൈൻഡിൽ ഒരുപാട്. ഐ ഫൈനലി പ്ലാനിങ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. 3 of Wands കാർഡ്. ഐ ഫൈനലി സീ തിങ്സ് കമ്മിങ് ടു ഫ്രൂഷൻ. ദ പ്ലാനിങ് ആൻഡ് എഫേർട്സ് ഹാവ് പെയ്ഡ് ഓഫ്. ഐ എം മൂവിങ് ടുവേർഡ്സ് യു. അവർ പ്ലാൻ ചെയ്യാണ് നിങ്ങളുമായിട്ടൊരു ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യാണ്. അതിൻ്റെയാണ് ഇവിടെ. ഓക്കെ, സോ ഐ എം റെഡി, ബ്രിങ് ഇറ്റ് ഓൺ. ഐ വിൽ ഡിഫെൻഡ് ആൻഡ് ഫൈറ്റ് ഫോർ വാട്ട് ഇസ് മൈൻ. യു ആർ മൈൻ. ഞാൻ പറഞ്ഞില്ലേ, അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ഓക്കെ, ഈ പയൽക്കാർക്ക് പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കാം, ഫാമിലിയോട് പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നത്, അതും മാരേജ് കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ. ഓക്കെ, കൂടുതൽ പേർക്കും ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഈ പൈല് കുറച്ചുകൂടി ഒന്നുമില്ലെങ്കിൽ സിംഗിൾസ് ആവാം, അല്ലെങ്കിൽ ഡൈവേഴ്സി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും. നിങ്ങൾ മാരേജ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു മാരേജ് കമ്മിറ്റ്മെന്റുമായിട്ട് തന്നെ വരുന്നതാണ് എനിക്ക് കാണുന്നത്. സോ വെരി നൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.